മേൽശാന്തി നറുക്കെടുപ്പിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അഭിമുഖത്തിനായി രാജീവരെ വിളിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിചേർത്ത സാഹചര്യത്തിൽ തന്നെയാണ് തീരുമാനം. മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പിൽ 2 തന്ത്രിമാരാണ് പങ്കെടുക്കേണ്ടത്. തന്ത്രിയെ മാറ്റുന്ന കാര്യത്തിലും ബോർഡിന്റെ നിലപാട് നിർണായകമാകും. MG പ്രതീഷ് ചേരുമ്പോൾ പ്രതീഷ്, അതാണ് ഇനി ബോർഡ് എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ്. തന്ത്രിയെ മാറ്റുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? വിനീത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നിലധികം കേസുകളിൽ പ്രതിസ്ഥാനത്തേക്ക് തന്ത്രി കണ്ഠരര് രാജീവർ എത്തുമ്പോൾ തന്ത്രിയെ സംരക്ഷിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡിനുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനി തന്ത്രിയായി വരേണ്ടത് കണ്ഠരര് രാജീവരാണ്. പക്ഷേ അത്തരത്തിലൊരു തന്ത്രിയായി ആ ഒരു ചുമതല രാജീവർക്ക് നൽകിയാൽ അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. ഒപ്പം ഭക്തർക്കിടയിൽ തന്നെ അത് പല ചോദ്യങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ തന്ത്രി കണ്ഠരര് രാജീവരെ നിലവിൽ സംരക്ഷിക്കേണ്ട എന്നുള്ളൊരു നിലപാട് ദേവസ്വം ബോർഡ് എടുക്കുന്നു. മാത്രമല്ല, അതിന് ുമായി ബന്ധപ്പെട്ട് കണ്ഠരര് രാജീവരെ അഭിമുഖ പാനലിൽ നിന്ന് ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ 2 തന്ത്രിമാർ ഉൾപ്പെടുന്ന പാനലാണ് ഈ മേൽശാന്തിമാർക്ക് അഭിമുഖം നടത്തേണ്ടത്. ഈ അഭിമുഖത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പങ്കെടുപ്പിക്കില്ല എന്നുള്ള തീരുമാനം ദേവസ്വം ബോർഡ് ഇതിനോടകം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തന്ത്രി കണ്ഠരര് രാജീവർ തന്ത്രിയായി അവിടെ എത്തുന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. കാരണം നേരത്തെ തന്നെ അദ്ദേഹം സ്വയം തനിക്ക് താല്പര്യമില്ല, മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളൊരു കത്ത് ദേവസ്വം ബോർഡിൽ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, മകനെ തന്ത്രിയാക്കണമെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടി ഒരു തീരുമാനമെടുക്കാം എന്നതാണ് പ്രധാനമായും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യോഗം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് യോഗത്തിൽ അജണ്ടയായി വന്നെങ്കിലും പിന്നീട് ഇത് മാറ്റിവെക്കുകയായിരുന്നു. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത ഹൈക്കോടതിയുടെ തീരുമാനത്തിലേക്ക് വിടാനാണ് ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. വിനീത, ശരി, MG പ്രതീഷാണ് വിശദാംശം നൽകിയത്. ഏതായാലും മേൽശാന്തി നറുക്കെടുപ്പിന് തന്ത്രി കണ്ഠരര് രാജീവരെ വിളിക്കുന്നില്ല, തന്നെ മാറ്റി മകനെ നിയമിക്കണം തന്ത്രിയായി എന്ന് കണ്ഠരര് രാജീവർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ തുടർ നീക്കങ്ങൾ എന്താ എന്ന് നമുക്ക് നാളെയോടെ അറിയാൻ കഴിഞ്ഞേക്കും. BJPയിൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിചേർക്കപ്പെട്ട സാഹചര്യത്തിൽ തന്ത്രി ഒഴിവാക്കണമെന്ന ആവശ്യം വരുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടരുക തന്നെ ചെയ്യും.